നമസ്കാരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് സഹായകമായ ചില വിവരങ്ങൾ നമുക്കിന്ന് നോക്കാം അല്ലേ? തീർച്ചയായും. നമ്മുടെ മുന്നിൽ ജനുവരി 2025 ചില പ്രധാന സംഭവവികാസങ്ങളുടെ വിവരങ്ങളുണ്ട്. റോഡ് സുരക്ഷയുടെ കാര്യം നോക്കാം. ഇവിടെ ഒരു പ്രത്യേക കാര്യം കാണുന്നത് അപകടങ്ങൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടി, പക്ഷേ മരണസംഖ്യ കുറഞ്ഞു. അതെങ്ങനെ? 2024 48,836 അപകടം, 3,714 മരണം. 2023 48,091 അപകടത്തിൽ 4,080 മരണം. ഒരു വിരോധാഭാസം പോലെ തോന്നുന്നു. അതെ, ആ കണക്കുകൾ. അതിൽ ചില കാര്യങ്ങളുണ്ട്. മരണനിരക്ക് കുറഞ്ഞു എന്നത് നല്ല കാര്യമാണ്. ഒരുപക്ഷെ ഈ എമർജൻസി മെഡിക്കൽ കെയർ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതുകൊണ്ടാവാം. അല്ലെങ്കിൽ വാഹനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ. അതും ഒരു ഘടകമാവാം. പക്ഷേ അപകടങ്ങൾ കൂടുന്നത് അത് നമ്മൾ കാര്യമായിട്ടെടുക്കണം. അതെ, രാത്രിയിലാണ് പകുതിയോളം മരണങ്ങൾ എന്നതും പറയുന്നുണ്ട്. അത് ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ? തീർച്ചയായും. രാത്രിയിലെ സുരക്ഷാ നടപടികൾ അത് കൂട്ടേണ്ടിവരും. പിന്നെ AI ക്യാമറകളുടെ കാര്യം. MVDയുടെ 625 ക്യാമറകൾ ഇപ്പോഴുണ്ടല്ലോ. ഉണ്ട്. അതിനു പുറമെ പോലീസും ഇപ്പോൾ AI ക്യാമറകൾ വെക്കാൻ പോകുന്നു. അപ്പോൾ സാങ്കേതികവിദ്യയുടെ ഉപയോഗം കൂടുകയാണ്. അപ്പോ നിരീക്ഷണം കൂടുതൽ ശക്തമാകും. അതെ. പക്ഷെ മറുവശത്ത് സ്കൂൾ സിലബസിൽ റോഡ് സുരക്ഷയില്ല എന്നതും +2 കഴിഞ്ഞവർക്ക് ഡ്രൈവിംഗ് കോഴ്സ് കഴിഞ്ഞാൽ ലേണേഴ്സ് ടെസ്റ്റ് ഒഴിവാക്കുന്ന കാര്യം ആലോചിക്കുന്നതും ഇതിൻ്റെയൊക്കെ പ്രായോഗികത നമ്മൾ നോക്കണം. ശരിയാണ്. ഈ സാങ്കേതിക വിദ്യയുടെ കാര്യം പറഞ്ഞപ്പോ ഇത് സാമ്പത്തിക രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലേ? പ്രത്യേകിച്ച് സംരംഭകത്വത്തിൽ. അതെ. ഡ്രീം വെസ്റ്റർ 2.0 എന്നൊരു പദ്ധതി. എന്താണത്? ഡ്രീം വെസ്റ്റർ 2.0 അത് അസാപ് കേരളയും സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സിഡ്കോ അവരെ ചേർന്ന് നടത്തുന്നതാണ്. പുതിയ സംരംഭകരെ, സ്റ്റാർട്ടപ്പുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ. അതിന്റെ ഫലമാണോ ഈ കാണുന്ന മാറ്റം? പുതിയ സംരംഭകരിൽ 1/3 സ്ത്രീകളാണ് എന്ന് പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏപ്രിൽ തൊട്ട് ഡിസംബർ 2024 വരെ 30,085 പുതിയ സംരംഭകർ. അതിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾ. ഏകദേശം 1,256 കോടിയുടെ നിക്ഷേപം ഈ കാലയളവിൽ വന്നു. എറണാകുളമാണ് മുന്നിൽ. സ്ത്രീ സംരംഭകരുടെ ഈ വളർച്ച അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതോടൊപ്പം ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലും കേരളം മുന്നിലാണല്ലോ. അതെ അതെ. ഇരുചക്ര വാഹനങ്ങളിൽ നമ്മൾ ഒന്നാമതാണ്. ആകെ EVകളുടെ കണക്കെടുത്താൽ ഡൽഹിക്ക് പിന്നിൽ രണ്ടാമതും. ഇത് ഊർജ്ജരംഗത്തെ ഒരു ഷിഫ്റ്റല്ലേ? തീർച്ചയായും. ഒരു ക്ലീൻ എനർജിയിലേക്കുള്ള മാറ്റം ഇത് കാണിക്കുന്നുണ്ട്. ടൂറിസം രംഗത്തും നല്ല വളർച്ചയുണ്ട്. അതെ. ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതും കൊച്ചി എയർപോർട്ടിൽ തുടർച്ചയായി 2ാം വർഷവും 1 കോടിയിലധികം യാത്രക്കാർ വന്നതും. ഇതെല്ലാം പോസിറ്റീവ് സിഗ്നൽസാണ്. ശരി. ഇനി നമുക്ക് അല്പം വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്ക് വരാം. ഈ ലിവിംഗ് വിൽ. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇതിനൊരു കൗണ്ടർ തുടങ്ങിയെന്ന് കേട്ടു. എന്താണ് ഈ സംഭവം? ഇതൊരു പ്രധാനപ്പെട്ട സാമൂഹിക നിയമപരമായ മുന്നേറ്റമാണ്. അതായത് ഒരാൾക്ക് ഗുരുതരമായ ചികിത്സയില്ലാത്തൊരു രോഗാവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങനൊരു അവസ്ഥയിൽ എത്തിയാൽ തനിക്ക് എന്ത് ചികിത്സ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് മുൻകൂട്ടി ഒരു നിയമപരമായ രേഖ ഉണ്ടാക്കി വയ്ക്കാനുള്ള സംവിധാനമാണ്. ഓഹോ. വ്യക്തിയുടെ തീരുമാനങ്ങൾക്കുള്ള ഒരു അവകാശം, അതിനെ മാനിക്കുന്ന ഒന്നാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇതുപോലെ ശ്രദ്ധേയമായ മറ്റൊരു നിർദ്ദേശം വന്നത് ഈ നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ടാണ്. യുവാക്കളുടെ പങ്കാളിത്വം 25% പിന്നെ 2035 ആകുമ്പോഴേക്കും കേരളത്തിന്റെ 90% നഗരവൽക്കരിക്കപ്പെടും എന്നും കേരള അർബൻ പോളിസി കമ്മീഷൻ പറയുന്നു. അതെ അതെ. അത് വലിയൊരു കണ്ടെത്തലാണ്. 90% അർബനൈസേഷൻ എന്ന് പറഞ്ഞാല് അത് ഭരണപരമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാക്കില്ലേ? വെല്ലുവിളികളും അവസരങ്ങളുമുണ്ട്. അടിസ്ഥാന സൗകര്യം, മാലിന്യ സംസ്കരണം, ഗതാഗതം, പാർപ്പിടം, അങ്ങനെ പലതിലും വലിയ മാറ്റങ്ങൾ വേണ്ടിവരും. KAS പരീക്ഷയുടെ ഗവേണൻസ് പേപ്പറിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പറയാം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ ലൈബ്രറികൾ വരുന്നു. അടുക്കള നവീകരണത്തിന് ഈസി കിച്ചൻ എന്നൊരു പദ്ധതി. പിന്നെ അനധികൃത പ്ലാസ്റ്റിക് ഉൽപ്പാദകർക്കെതിരെ പരാതിപ്പെടാൻ ഒരു പുതിയ ആപ്പ് വേണമെന്ന് ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു വലിയ വാർത്തയുണ്ടല്ലോ,
ആണവോർജ നിലയം. കേന്ദ്രം പറയുന്നു കേരളം ഭൂമി നൽകിയാൽ നിലയം അനുവദിക്കാമെന്ന്. കാസർഗോഡ് ചീമേനിയും തൃശൂർ അതിരപ്പള്ളിയുമാണ് സാധ്യതാ സ്ഥലങ്ങൾ. ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കില്ലേ? ഉറപ്പായും ഊർജ്ജസുരക്ഷയുടെ ഭാഗമായി ഇത് ചർച്ച ചെയ്യപ്പെടും. പക്ഷേ അതിന്റെ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ അതെല്ലാം വിശദമായി പഠിക്കേണ്ടി വരും. ശരിയാണ്. ഇതിനൊരു ബദലെന്ന നിലയിലാണോ എന്നറിയില്ല, പക്ഷേ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BESS സാങ്കേതിക വിദ്യയിൽ കേരളം നിക്ഷേപം നടത്തുന്നുണ്ട്. 3300 മെഗാവാട്ടാണ് ലക്ഷ്യം. സൗരോർജ്ജം പോലെയുള്ളവ സംഭരിക്കാനിത് സഹായിക്കും. ടെക്നോളജിയിൽ തന്നെ ഗ്രാഫീന്റെ സാധ്യതകളും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു അല്ലേ? അതെ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫീൻ, അവരുടെ ഗ്രാഫീൻ അറോറ പ്രൊജക്റ്റ് 3 വർഷം കൊണ്ട് 5 പ്രോഡക്ട്സ് ഉണ്ടാക്കാനാണ് പ്ലാൻ. വിദ്യാഭ്യാസ രംഗത്ത് കൈറ്റ് വികസിപ്പിച്ച സമ്പൂർണ്ണ പ്ലസ് ആപ്പും രക്ഷിതാക്കൾക്ക് ഉപകാരപ്രദമാകും. കുട്ടികളുടെ പഠന പുരോഗതി അറിയാൻ. അതെ. പിന്നെ ഒറ്റപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി ഓർക്കുന്നത് നല്ലതാണ്. KS പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. വിഴിഞ്ഞം പോർട്ടിന് പുതിയ ലൊക്കേഷൻ കോഡ് കിട്ടിയത് INTRV01. അത് പ്രധാനമാണ്. പിന്നെ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ IASന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി, പിങ്കളകേശിനി എന്ന കൃതിക്ക്. ശരി. സന്തോഷ് ട്രോഫിയിലെ കേരളം ബംഗാളിനോട് തോറ്റതും പ്രശസ്ത ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചതും 1944-2025 ഈ ജനുവരിയിലെ വാർത്തകളാണ്. സംസ്ഥാനത്ത് പണിമുടക്കുകളുടെ എണ്ണം കുറഞ്ഞു എന്നൊരു പഠനവും വന്നിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ: റോഡ് സുരക്ഷ, സംരംഭകത്വം, ലിവിംഗ് വിൽ, ആണവോർജ സാധ്യത, ഗ്രാഫീൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്തു.